സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകമായി യുവതി യുവാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല അറിവാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. യൂറിക് ആസിഡിനെ കുറയ്ക്കാനും വൃക്കരോഗം വരാതെ കാത്തു സൂക്ഷിക്കാനും നാം ചെറൂള എന്ന് പറയുന്ന ഒരു അങ്ങാടി മരുന്നുണ്ട്. പച്ചയ്ക്ക് ഞാനത് കാണിച്ചു തരാം. അത് ഉണക്കി പൊടിച്ച് 2 സ്പൂൺ ഇട്ട് എല്ലാ ദിവസവും പകൽ കുടിവെള്ളമാക്കുക. തീർച്ചയായിട്ടും യൂറിക് ആസിഡ് വരാതിരിക്കാനും വൃക്കരോഗം വരാതിരിക്കാനും സഹായിക്കുക തന്നെ ചെയ്യും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊന്ന്, പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് നമ്മുടെ യുവതി യുവാക്കൾ കുട്ടികൾ ജീവിതം എന്ത് എന്ന് പഠിച്ചിട്ടില്ല. അത് പഠിക്കാനുള്ള മനുഷ്യ ശരീരം മുതലേ അവയവങ്ങൾ വരാതിരിക്കാനുള്ള നല്ല അറിവുകൾ, നല്ല ചിന്തകൾ എല്ലാം അടങ്ങിയ ഓൺലൈൻ ക്ലാസ്സും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൃഹവൈദ്യ പാഠപുസ്തകവും കൂടെ ഒരു ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നു. 1599 രൂപയ്ക്ക് 6 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും ഒരു പുസ്തകവും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങൾ അത് ബുക്ക് ചെയ്താൽ അതിൽ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്കും പങ്കുചേരാം. 1-ാം തീയതി മുതലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്കും പങ്കുചേരാം. അപ്പോൾ അത് വളരെ നല്ല അറിവുകളായിരിക്കും അതിലുള്ളത്. കഴിഞ്ഞ 6 മാസമായിട്ട് നടന്നു വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായി തോന്നിയിട്ടുണ്ട്, നല്ലൊരു അനുഭവമായി തോന്നിയിട്ടുണ്ട്, നല്ല അറിവുകളായി തോന്നിയിട്ടുണ്ട്. അതിൽ പങ്കുചേരാൻ മടിക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറൂളയാണ്. നാളത്തെ ചോദ്യം ഇതാണ്. നമുക്ക് ഇന്നത്തെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹം വരാതിരിക്കാനായിട്ട് മുന്നോടിയായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്. ഏതായിരിക്കും അത്? നന്ദി, നമസ്കാരം. സാർ, ശരീരക്കൊഴുപ്പുകളെ അകറ്റി അമിതവണ്ണം എങ്ങനെ തടയാം എന്നതായിരുന്നു ഇന്നത്തെ വിഷയം. അതിനുള്ള അനേകം മാർഗ്ഗങ്ങൾ സാർ പറഞ്ഞു തന്നു. പക്ഷേ അതിനേക്കാൾ ഒരുപടി എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് ജീവിതം എങ്ങനെ പഠിക്കണം എന്ന സാർ പറഞ്ഞു തന്ന അറിവുകളാണ്. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരുണ്ട്, സ്പെഷ്യലൈസ് ചെയ്ത അധ്യാപകർ തന്നെ ഉണ്ട്. പക്ഷേ ജീവിതം എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് തരാൻ നമുക്ക് അധ്യാപകരില്ല. സാറിനെ പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് ജീവിതം എങ്ങനെ പഠിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ താമസിക്കുന്ന എല്ലാ ആളുകളും അറിയേണ്ടുന്ന ഒരു പുതിയ പാഠമാണ് ജീവിതം എങ്ങനെ പഠിക്കണമെന്നത്. അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ലളിതമായ ജീവിതം എങ്ങനെ ജീവിക്കാം, സന്മാർഗ്ഗനിഷ്ഠയോടെ എങ്ങനെ ജീവിക്കാം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് എങ്ങനെ ജീവിക്കാം എന്ന് സാർ പറഞ്ഞിരുന്ന ഓരോരോ പുതിയ പാഠങ്ങളും പുതിയ അറിവുകളും പുതിയ വഴിത്താരകളുമാണ് നമുക്ക് സഞ്ചരിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് അവസാനം പറഞ്ഞ കാന്താരിയും ഉള്ളിയും ചേർത്തുള്ള ആ ചമ്മന്തി, ആ ഒരു പുതിയ അറിവും വളരെ ഇഷ്ടമായി. ഏറെ നന്ദി സാർ.